എന്താണ് എക്സൽ ടാലി GST എന്ന പ്രോഗ്രാം എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ആണെങ്കിലും ഒരു വലിയ ബിസിനസ് ആണെങ്കിൽ കൂടി GST ബിൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ വളരെ സർവ്വസാധാരണമായിട്ടുള്ളൊരു ഫാക്ടറാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ എന്തൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും, ആ ഒരു ഷോപ്പിൽ എന്തൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിലും അതിനെ ആ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക, അതിനെ സോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് അതിനെ റിട്രീവ് ചെയ്തെടുക്കുക, സമ്മറൈസ് ചെയ്യുക. ചില സമയത്ത് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബാങ്കിലൊക്കെ ആണെങ്കിൽ ഓഡിറ്റ് നടക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓഡിറ്റ് നടക്കുമ്പോൾ അന്നത്തെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു പീരീഡിലെ ക്യാഷ് ട്രാൻസ്ഫർ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ കാണിക്കുന്നുണ്ടാവും. അതങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നടന്നിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും, എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യണം. അത് സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സോർട്ട് ചെയ്യണം. സോർട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമായ സമയത്ത് നമ്മൾ റിട്രീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ടതുപോലെ നമ്മളതിനെ സമ്മറൈസ് ചെയ്യുന്നു, വേണ്ട സമയത്ത് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടിങ് സെഷൻ എന്ന് പറയുന്ന ആ ഒരു ജോബ് റോളിൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അതിന് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു 3 മാസത്തെ പീരീഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എക്സലിൻ്റെ ബേസിക് ആൻഡ് അഡ്വാൻസ്ഡ് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ടാലി ERP 9 പ്രൈം നമ്മൾ സെക്ഷൻസ് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ ടാലിയിൽ ബാങ്കിങ് സെഷൻസ്, GST, ഓഡിറ്റ്, പേറോൾ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. പേറോൾ സ്ട്രക്ചേഴ്സ് തന്നെ പറയുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു 100 സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 100 സ്റ്റാഫിൻ്റെയും സാലറി ഡീറ്റെയിൽസ് നോക്കുന്നതും, അവർക്ക് ഒരു ലീവ് ഉണ്ടെങ്കിലോ LOP ഉണ്ടെങ്കിലോ എല്ലാം ഹാൻഡിൽ ചെയ്ത് അവസാനം അവരുടെ സാലറി എത്രയാണ്, അത് അവർക്ക് സാലറി അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവേണ്ടത് കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു റോളിനെയാണ് പേറോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പം അതാണെന്നുണ്ടെങ്കിൽ കൂടി, അല്ലെങ്കിൽ GST പോർട്ടൽ പ്രാക്ടീസ്, സെയിൽസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു സെയിൽസ് ടീം ആയിരിക്കും. അപ്പോൾ ആ സെയിൽസിൽ നിന്ന് വരുന്ന ഗ്രോത്തിനനുസരിച്ചിട്ടാണ് കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം നോക്കുന്നത് ആരായിരിക്കും? അക്കൗണ്ടിങ് സെഷനിലുള്ളവരായിരിക്കും. ആൻഡ് ഓൾസോ അത് നമ്മൾ മാസ്റ്റർ സെഷൻസ് വരുന്നുണ്ട്, അക്കൗണ്ടിങ് ഒരു വൗച്ചേഴ്സ് വരുന്നുണ്ട്, ഇൻവെൻട്രി വൗച്ചേഴ്സ് വരുന്നുണ്ട്, GST TDS എക്സൽ പോർഷൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു അക്കൗണ്ടിങ് സെഷനിൽ നല്ല രീതിയിൽ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമുക്ക് കയറാൻ പറ്റുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് അക്കൗണ്ട്സ് ഫീൽഡിലേക്കാണ് ഞാൻ ജോബ് നോക്കുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ജോബിലേക്ക് ഒരുപാട് ആൾക്കാർ ജോബ് റോൾസ് നോക്കുന്നതും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ ബിക്കോസ് അതിനൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കരിയർ പാത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കരിയർ പാത്ത് ഉണ്ട്. ആൻഡ് ഓൾസോ അതൊരു സ്റ്റേബിൾ അല്ലെങ്കിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു ജോബ് ഫീൽഡും കൂടിയാണ്. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയ, അത് നല്ലപോലെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫീൽഡ് കൂടിയാണ്. ആൻഡ് ഓൾസോ നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ GST ആണെങ്കിലും ടാലി ആണെങ്കിലും എക്സൽ ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്കതിന് വേണ്ടി വേറെ ഒരു ആളുടെ ആവശ്യമോ അല്ലെങ്കിൽ സഹായമോ ഉണ്ടാവേണ്ടതില്ല. നമുക്കൊരു വേറൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റർപ്രീനിയർഷിപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് സ്വയം ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഗ്രോത്തിന് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അക്കൗണ്ടിങ് സെഷൻ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സെഷൻ പഠിക്കാനായിട്ട് ഇപ്പോൾ എക്സൽ ടാലി GST എന്നൊരു പ്രോഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ടതായിട്ട് വരുന്നത് +2 ക്വാളിഫിക്കേഷനാണ്. ആൻഡ് ഓൾസോ ഡിഗ്രി ഡിപ്ലോമ ഉള്ള കാൻഡിഡേറ്റ്സ് ഓൾസോ നമുക്കുണ്ടാവാം. ഡിഗ്രി ഡിപ്ലോമ എന്ന് പറയുമ്പോൾ +2 ആണ് മിനിമം. അതിൽ ഡിഗ്രിയും ഡിപ്ലോമ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അവർക്ക് സാലറിയിലാണെങ്കിലും പ്രൊമോഷനിലാണെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതിൽ കുറച്ച് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളേജും കൂടി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ കിട്ടുന്നുണ്ടാവും. നമുക്കൊരു 2.3 lakhs അല്ലെങ്കിൽ ഒരു 5.2 lakhs വരെ പെർ ആനം സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് അക്കൗണ്ടിങ് സെഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദിസ് നമുക്ക് ഏതൊക്കെ ജോബ് റോളിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുക എന്നുള്ളത് നമുക്കൊരു മെയിൻ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റ് എക്സിക്യൂട്ടീവ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആയിട്ട്, ടാലി ഓപ്പറേറ്റർ ആയിട്ട്, അങ്ങനെയുള്ള ഒരുപാട് ജോബ് റോൾസ് നമുക്ക് കിട്ടുന്നതാണ്. അക്കൗണ്ടിങ് സെഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് ജോലി കിട്ടാതിരിക്കുക എന്ന് പറയുന്നത്, തൊഴിൽ രഹിതനായിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ്. നമുക്ക് എവിടെയും കയറി പറ്റാൻ പറ്റുന്ന ഒരു ഫീൽഡ്
കൊണ്ട് തന്നെയാണ് അക്കൗണ്ടിങ് സെഷൻ, അത് എക്സൽ മാത്രമാണെങ്കിലും ടാലി മാത്രമാണെങ്കിലും GST മാത്രമാണെങ്കിലും സാധിക്കുന്നതാണ്. പക്ഷേ മൂന്നും കൂടി നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് സെഷനിൽ നല്ല രീതിയിൽ തന്നെ നോളേജ് ഉള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സാലറിയിൽ അല്ലെങ്കിൽ നമ്മളുടെ പൊസിഷനിൽ നല്ല പോലെ ചേഞ്ചസ് ഉണ്ടായിരിക്കും. സൊല്യൂഷൻ സർട്ടിഫിക്കേഷൻ, GST പ്രാക്ടീഷണർ സർട്ടിഫിക്കേഷൻ ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് നമുക്കിവിടെ പെയ്ഡഡ് ആയിട്ട് ഇതിന് അക്കൗണ്ടിങ് സെഷനിൽ വരുന്ന എക്സ്ട്രാ സർട്ടിഫിക്കറ്റ്സ് ആയിട്ട് പെയ്ഡഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ എക്സൽ ടാലി GST ഡീറ്റെയിൽസ് വരുന്നത്. താങ്ക് യു.